يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്, ഏറ്റവും അനന്തമായ അചഞ്ചലമായ അല്ലാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തെന്നാൽ അനുഗ്രഹത്തിൻ്റെ വിളനിലമായ, അനുഗ്രഹത്തിൻ്റെ കേദാരമായ, കാരുണ്യത്തിൻ്റെ പത്തായ റമദാനിലെ ഒരു വിശിഷ്ടരാവ്. ഈ റമദാനിന്റെ വിശിഷ്ടരാവിൽ നാം എല്ലാവരും ഒന്നിച്ചുകൂടിയതിന്റെ പിന്നിൽ ഏറ്റവും വലിയ ഒരു രഹസ്യമുണ്ട്. നമ്മളുടെയൊക്കെ കഴിഞ്ഞ 2 മാസങ്ങളിലെ ദുആയുടെ ഫലമാണ് നമ്മൾ ആരോഗ്യത്തോടുകൂടി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിന്റെ പിന്നിൽ രഹസ്യമുണ്ട്. ഒരു രാജ്യത്തിലേക്ക് തൻ്റെ പ്രജകളുടെ ക്ഷേമത്തെ അന്വേഷിച്ച് ആ രാജ്യത്തെ രാജാവ് അങ്ങോട്ടേ പലായനം ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായി 1-2 ദൂതന്മാരെ അയക്കുക പതിവാണ്. അതായത് ഇപ്പോൾ ഒരു വലിയ പ്രധാനമന്ത്രി വരുന്ന ഒരു സദസ്സിലേക്കാണെങ്കിൽ പോലും നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ആൾക്കാരെല്ലാം വന്ന് അവിടെ സ്ഥലം സന്ദർശിക്കുക പതിവാണ്. അതുപോലെ മാസങ്ങളുടെ രാജാവായ റമദാൻ ആഗതമാകുന്നതിന് മുമ്പ് 2 ദൂതന്മാർ നമ്മിലേക്ക് വന്നു കഴിഞ്ഞു. ആ ദൂതന്മാർ ആരാണെന്നറിയണ്ടേ? ജമാഅത്തുൽ ആഖിർ അവസാനിക്കുമ്പോൾ റജബ് മാസം തുടങ്ങുന്നതിന്റെ ഫലമായി പടിഞ്ഞാറേ ചക്രവാളത്തിൽ നിലാവ് ദൃശ്യമായി കഴിയുമ്പോൾ ഓരോ പള്ളികളിലെയും ഇമാമുമാർ ആ 5 വക്ത് നമസ്കാരങ്ങളുടെ പിറകെ ഉള്ള ദുആയിൽ അഡീഷണൽ ആയിട്ട്, കൂടുതലായിട്ട് ഒരു ദുആ അങ്ങോട്ട് കൂട്ടിച്ചേർക്കാറുണ്ട്. നാം എല്ലാവരും കഴിഞ്ഞ 2 മാസങ്ങളിൽ കേട്ട ദുആയാണ്. അത് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ദുആയാണ്. എന്താണ് ഇമാമുമാർ കൂട്ടിച്ചേർക്കുന്നത്? റജബ് ഒന്നായി കഴിഞ്ഞാൽ എല്ലാ പള്ളികളിലെയും ഇമാമുമാർ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷമുള്ള ദുആയോടുകൂടി അഡീഷണലായ ഒരു ദുആ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയാണ്. എന്താണ് ആ ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്രി റമളാൻ ووفقنا فيه للصيام والقيام وتلاوة القرآن مع الصحة والسلامة والعافية يا رب العالمين. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ, അനുഗ്രഹത്തിന്റെ പൂന്തോട്ടം തുറന്നു തരണമേ. ഫീ റജബിൻ വ ശഅബാൻ, ഈ റജബ് മാസത്തിലും അതുപോലെ തന്നെ ശഅബാനിൽ നീ ഞങ്ങൾക്ക് നൽകണമേ. തീർന്നില്ല, വബല്ലിഗ്നാ, അതോടൊപ്പം തന്നെ പറയുന്നത് ഞങ്ങളെ നീ എത്തിച്ചേക്കണേ, ഞങ്ങളതിലേക്ക് അനയിക്കണേ. ശഹ്റ റമളാൻ, പുണ്യങ്ങളുടെ കേദാരമായ റമളാനിലേക്ക് ഞങ്ങളെ നീ ചേർത്ത് വെക്കണമേ, എത്തിക്കണമേ. തീർന്നില്ല, വവഫിഖ്നാ, ആ പ്രയോഗം ശ്രദ്ധിക്കണേ, ഞങ്ങളെ യോജിപ്പിച്ചേക്കണേ, ഞങ്ങളെ അതിലേക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണേ. എന്താണ് വെൽഡ് ചെയ്ത് പിടിപ്പിക്കേണ്ടത്? ഫിഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നോമ്പിനെ അതിലേക്ക് നീ ചേർത്ത് വെക്കണമേ. വൽ ഖിയാം, ഞങ്ങളുടെ എല്ലാ നിസ്കാരാദി കർമ്മങ്ങളെയും ചേർത്ത് വെക്കണമേ. വതിലാവത്തിൽ ഖുർആൻ, ഞങ്ങൾ ഓതുന്നതായ പരിശുദ്ധ ഖുർആൻ അതിനെ നീ റമളാനുമായി ചേർത്ത് വെച്ചേക്കണേ. അതിലെ ഓരോ അപ്പരുകളെയും അതിനോട് നീ വെള്ളി ചെയ്ത് വെച്ചേക്കണേ. ഞങ്ങളെ ആരോഗ്യ ദൃഢഗാത്രരായി ആയുസ്സോടെയും ആഫിയത്തോടു കൂടിയും ആ റമദാനിനെ വരവേൽക്കാൻ ഞങ്ങളെ നീ അതിലേക്ക് അനയിക്കണേ അല്ലാഹ്.
ഈ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഇടതോരാതെ 5 വഖ്ത് നമസ്കാരങ്ങൾക്ക്, ആ 5 വഖ്ത് നമസ്കാരങ്ങൾക്ക് ശേഷം നാമോദിയ ദുആ അല്ലാഹു സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് നാം ഓരോരുത്തരും ആഫിയത്തോടു കൂടി റമദാനിനെ പുളുകിക്കൊണ്ട് മസ്ജിദിലിരിക്കുന്നത്. ആ അല്ലാഹു ആ ദുആ സ്വീകരിച്ചതിന്റെ ഒറ്റ കാരണത്താലാണ് നമ്മളിവിടെ ഈ ആരോഗ്യത്തോടു കൂടി പള്ളിയിൽ തറാവീഹ് നമസ്കരിക്കാനും മറ്റും നമ്മൾ ആഗതരായിരിക്കുന്നത്. قال نبينا صلى الله عليه وسلم من صام رمضان إيمانا واحتسابا غفر له ما تقدم. ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരുത്തൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി റമദാൻ മാസം വ്രതമനുഷ്ഠിച്ചാൽ അവന് നാം പൊരുത്തപ്പെട്ട് കൊടുക്കുന്നതാണ്, പൊറുക്കപ്പെടുന്നതാണ്. അവന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും നാം അവന് പുറത്തു കൊടുക്കപ്പെടും. എങ്ങനെ? ഈമാനന്നമം വലിയ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് റമദാൻ മാസം വ്രതമനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും നാം അവന് പുറത്തു കൊടുക്കപ്പെടും. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ മേൽ നാം നോമ്പിനെ എഴുതപ്പെട്ടിരിക്കുന്നു, നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം നോക്കണേ. കുത്തിബ, ഞാൻ നിങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്നു. കമാ, എപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു? കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുൻഗാമികളുടെ മേൽ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും നാം കൽപ്പിക്കപ്പെട്ടതുപോലെ, നിങ്ങളുടെ മുൻഗാമികളോട് നാം കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളോട് നാം നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമോ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, നബിയുടെ മുഅ്ജിസത്ത് ഇറങ്ങിയ മാസമാണ് റമദാൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ കാണാം, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് ബിൽബയ്യിനാതി മിനൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ച റമദാൻ മാസത്തിലാണ്. എങ്ങനെയാണ് അവതരിപ്പിച്ചത്? എല്ലാ സത്യാസത്യങ്ങളെയും വേർതിരിച്ച്, ഈ റമദാൻ മാസത്തിൽ തന്നെ എല്ലാ സത്യാസത്യങ്ങളെയും വേർതിരിച്ച്, എല്ലാത്തിനും മറുപടിയായി, എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടിയായി, എല്ലാ തരത്തിലും മാനവരാശിക്ക് യോജിച്ച രീതിയിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചത്. ഫമൻ ശഹിദ അശ്ശഹ്റ ഫൽയസും. ആരെങ്കിലും റമദാനിൽ സന്നിഹിതരാണോ അവൻ നോമ്പിനെ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. ആരെങ്കിലും ഈ റമദാൻ മാസം ആരോഗ്യത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ അവൻ റമദാൻ മാസം 30 ദിവസവും നോമ്പിനെ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. വമൻ കാന മരീദൻ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ യുരീദുല്ലാഹു ബികുമുൽ യുസ്റ വലാ യുരീദു ബികുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ഇതിലൊരു വിടുതിയുണ്ട്. നോമ്പുകാരൻ, നോമ്പ് പിടിക്കുന്ന ആർക്കെങ്കിലും അസുഖമായി കിടക്കുകയോ, അതുപോലെ തന്നെ ഹലാലായ യാത്രയിലാണെങ്കിലോ അവന് നോമ്പ് പിടിക്കണ്ട, അവന് വിടുതിയുണ്ട്. അവൻ പിന്നീട് പിടിച്ചു വീട്ടിയാൽ മതി. അവിടെയും അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇസ്ലാം ആശ്വാസത്തിന്റെ മതമാണ്, സമത്വത്തിന്റെ മതമാണ്. അവിടെ മനുഷ്യന്റെ ആശ്വാസമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബികുമുൽ ഉസ്റ. ആർക്കും ഒരു ബുദ്ധിമുട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്തിനാണ് വീണ്ടും ഇത് പിടിച്ചു വീട്ടണമെന്ന് പറഞ്ഞതാണ്? അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സമത്വം. എല്ലാ ആൾക്കാരെയും അള്ളാഹു ഒരുപോലെ കാണുന്നു. ഒരാൾ 25 നോമ്പ് പിടിച്ചു, അവൻ അസുഖക്കാരനായി പോയി, 5 നോമ്പും പിന്നീട് വീട്ടി 30 പിടിച്ചവന്റെ അതേ കാറ്റഗറിയിലുള്ള പദവി ഇവന് കൊടുക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഇങ്ങനെ ഒരു ആയത്ത് ഇറക്കിയത്. ഏറ്റവും കൂടുതൽ സബ്സിഡി ആർക്കാണ്? ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ സബ്സിഡി നൽകിയിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്കാണ്.
അതെങ്ങനെയാണ് നാം അറിഞ്ഞത്? ഒരിക്കൽ മൂസാ നബിയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൂർ സീനാ മലയിൽ വെച്ചുള്ള മുനാജാത്തിൽ, തൂർ സീനാ മലയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ വിളിക്കുകയാണ്. അങ്ങനെ മൂസാ നബി അവിടെ ചെന്നപ്പോൾ തന്നെ അത്ഭുതമുണ്ടായി. അല്ലാഹുവിന്റെ കോടാന് കിരണങ്ങളിലെ ഒരു കിരണം അങ്ങനെ മൂസാ നബിയുടെ നേരെ പതിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ കാണാം, ജഅലഹു ദക്കാ വഖറ മൂസാ സായിഖാ. മൂസാ നബി ബോധരഹിതനായി നിലംപതിച്ചു എന്നാണ് പറയുന്നത്. ഈ കിരണം അങ്ങട്ടടിക്കുന്നു, പർവ്വതം പപ്പടം പൊടിയും പോലെ പൊട്ടിത്തെറിക്കുകയാണ്. ഇത് കണ്ട് മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി നിലംപതിക്കുകയാണ്. ശേഷം അല്ലാഹു വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് മൂസാ നബിയോട് പറയുകയാണ്, അല്ലയോ മൂസാ, നിനക്ക് ഞാൻ അനുഗ്രഹങ്ങൾ തന്നു, എന്നാൽ നിനക്ക് തന്ന അനുഗ്രഹത്തെക്കാൾ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ മൂസാ നബി ഏറ്റവും സംശയമുള്ള ഒരു നബിയാണ്. എന്ത് കേട്ടാലും മൂസാ നബി ചോദിക്കും, അതെന്താണ് അല്ലാഹുവേ, അതെങ്ങനെയാണ്, ആർക്കാണ്? അപ്പൊ മൂസാ നബി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ആർക്കാണ് അല്ലാഹു ഏറ്റവും വലിയ അനുഗ്രഹം കൊടുക്കുന്നത്? അപ്പോൾ മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്, അല്ലയോ മൂസാ, ഈസാ നബിക്ക് ശേഷവും വരുന്ന ഒരു നബിയുണ്ട്, അന്ത്യപ്രവാചകൻ ഖാതിമുൻ നബിയ്യീൻ റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ഞാനൊരു അനുഗ്രഹം നൽകും. ആ അനുഗ്രഹം ഞാൻ അവർക്ക് കൊടുക്കുന്ന റമദാനാണ്, റമദാൻ. അപ്പൊ വീണ്ടും മൂസാ നബി സംശയം ചോദിക്കുന്നത്, എനിക്ക് തന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണോ റമദാൻ? അള്ളാഹു എന്നോട് നേരിട്ട് സംസാരിച്ചു ഭൂമിയിൽ വെച്ച്, എനിക്ക് അള്ളാഹയെ കാണാൻ പറ്റി, ഇതിനേക്കാൾ വലിയ അനുഗ്രഹമോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും വലുതായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നാം വിസ്മരിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുകയാണ്, അല്ലയോ മൂസാ, താങ്കളുമായി ഞാൻ ഇപ്പോൾ സംസാരിച്ച ഈ വേളയിൽ എനിക്കും താങ്കൾക്കുമിടയിൽ 1000 മറയുണ്ട് മൂസാ. ഒരു മറ വെച്ചാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അല്ലാഹു മൂസാ നബിയുമായിട്ടുള്ള മുനാജാത്തിൽ 1000 മറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്കും അല്ലാഹുവിനും ഇടയിൽ വിഭാവനം ചെയ്തത്. എന്നാൽ അല്ലയാ മൂസാ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികൾ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ, ബാങ്ക് വിളിക്കാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ, ആ നോമ്പ് മുറിക്കുന്ന സമയത്തോടടുക്കുന്ന സമയം ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട് മൂസാ. അപ്പോൾ നബിയുടെ ഉമ്മത്തികളുമായിട്ട് എനിക്ക് മറയില്ല മൂസാ. എല്ലാരും നമ്മൾ കലപില കൂടുന്ന ഒരു സമയമാണ്. നോമ്പ് തുറക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് എല്ലാവരും സമൂസയും കണ്ടറ്റുമായിട്ട് കടിപിടി കൂടുന്ന ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. നോമ്പ് തുറക്കുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള സമയമാണ്. ആ സമയത്ത് എന്തെങ്കിലും അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉടൻ തന്നെ പ്രത്യുത്തരം ലഭിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ എല്ലാവരും ഇത് വിസ്മരിച്ചു പോവുകയാണ്. നമ്മളെല്ലാവരും നോമ്പ് തുറക്കണം. ചില റോഡിൽ നിന്നും ബാങ്ക് വിളിക്കുന്നവർ റോഡിൽ നിന്ന് ഓടി വന്ന ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും. റബ്ബേ, വലിയ തെറ്റാണ്. അള്ളാഹുമായിട്ട് ഏറ്റവും അടുക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ്. നമ്മൾ വെറുതെ അത് സംസാരിച്ച് കളയുകയാണ്. അപ്പൊ മൂസാ നബിക്ക് കൊടുത്തതിനേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹു മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളായ നമുക്കല്ലേ തന്നത്. തീർച്ചയായും നമുക്ക് തന്നെയാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത്. പക്ഷെ ഈ നോമ്പ് സ്വീകരിക്കാൻ കുറെ അദബുകൾ പാലിക്കണം. ചുമ്മാ നോമ്പ് പിടിച്ചിട്ട് ഓടി വന്നാൽ പോരാ, ഇതൊന്നും കിട്ടില്ല. 1-2 അദബുകൾ പാലിക്കും. അതുകൂടി പറഞ്ഞാൽ നിർത്തുകയാണ്, സമയം ഒരുപാടായി. നോമ്പ് ശരിയാകാൻ ഒരുപാട് അദബുകൾ സ്വീകരിക്കണം. എല്ലാവരും പറയും നിയ്യത്ത് ചെയ്ത് നേരെ പോയേച്ചാൽ മതി, പോയി വേറെ ഒരു കാര്യം ചെയ്യില്ല, പകരം കുറച്ച് നേരം വിശ്രമിച്ച് നിസ്കരിച്ച് നോമ്പ് ശരിയാകില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. നോമ്പ് തന്നെ 3 വിധമാണ്. നോമ്പ് ഈ 3 വിധമാണെന്ന് സൗമുള്ളൂ. അത് വെറും നിരാഹാരക്കാരന്റെ നോമ്പാണ്. ചുമ്മാ നോമ്പ് പിടിച്ച് വർത്താനം പറഞ്ഞ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഞാൻ നോമ്പ് പിടിച്ച് കേട്ടാ, കുറെ തുപ്പി അവിടെയും തുപ്പി ഇവിടെയും തുപ്പി എല്ലാം നടന്നു. അത് നിരാഹാരക്കാരന്റെ നോമ്പാണ്. അതുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട യാതൊരു കൂലിയും കിട്ടുകയില്ല. ഇതിലെ പുതിയ ആൾക്കാർ പുതു നോമ്പെന്ന് പറയും. പുത്തൻ തരക്കാരുടെ നോമ്പ്, പുതു നോമ്പ്. അങ്ങനെ പിടിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് പട്ടിണിയാണ്. രണ്ടാമത്തെ ഞാൻ പറയാം, അതിന് മുമ്പ് 3ാമത്തെ പറയണം, എന്നാലേ രണ്ടാമത്തെ പറയാൻ പറ്റുള്ളൂ. 3ാമത്തെ നോമ്പ് എന്തെന്നറിയുമോ? സൗമുൽ ഖുസൂസിൽ ഖുസൂസ്. അത് നമുക്ക് പിടിക്കാൻ പറ്റുകയില്ല. ആ നോമ്പിന് പ്രത്യേകതയുണ്ട്. സുബഹ് ബാങ്ക് മുതൽ മഗ്രിബ് ബാങ്ക് വരെ
ഈ ഇടവേളയിൽ സുബഹ് മുതൽ മഗ്രിബ് വരെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സെക്കൻഡ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിന്റെ മായാകോണിൽ നിന്നും വിട്ടുപോയാൽ ആ നോമ്പ് ബാത്തിലായി പോകുന്നതാണ്. അതും നമുക്ക് പറ്റുകയില്ല. അത് അംബിയാ മുർസലുകൾക്കുള്ള നോമ്പാണ്, അത് മുഹമ്മദ് നബി പിടിച്ച നോമ്പാണ്, അത് ഔലിയാക്കൾക്കുള്ള നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നു, എന്നാൽ എന്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, എന്റെ ഖൽബ് ഉറങ്ങുന്നില്ല, എന്റെ ശരീരം ഉറങ്ങുന്നില്ല. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങുമായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണുകളായിരുന്നു ഉറങ്ങുന്നത്. അത് മുഹ്യിദ്ദീൻമാരെ തന്നെ എടുത്താക്കണമെന്നാണ്. ഉണർച്ചയിലുണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കിനാവാക്കി കാട്ടി കളഞ്ഞോർ. അദ്ദേഹം ഉറങ്ങുകയാണെങ്കിലും പിറ്റേന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനെ അറിയിച്ചു കൊടുക്കുമായിരുന്നു. ഇനി ആ രണ്ടാമത്തെ വിഭാഗം നോമ്പാണ് നമ്മുടെയൊക്കെ നോമ്പ്. എന്താണ്? നമ്മളെപ്പോലെ സാധാരണ VIP കളായ ആൾക്കാർ, VIP തന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിക്കുന്ന VIP ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളുടെ നോമ്പ്. അതാണ് രണ്ടാമത്തെ വിഭാഗം നോമ്പ്, സൗമുൽ ഖുസൂസ്, സാധാരണക്കാരന്റെ അല്ലാഹുവിന്റെ മുമ്പിലെ VIP നോമ്പ്. അതാണ് നമ്മളൊക്കെ എടുക്കുന്ന നോമ്പ്. ഈ നമ്മളെടുക്കുന്ന നോമ്പ് സ്വീകരിക്കണമെങ്കിൽ 6 കാര്യങ്ങൾ ശരിയായിരിക്കണം. എന്താണ്? ഒന്നാമത്തെ, നാവിനെ സൂക്ഷിക്കുക. നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അവനെ തെറി പറയുന്നു, ഏഷണി പറയുന്നു, പരദൂഷണം പറയുന്നു. അതല്ല, നാവ് കൊണ്ട് അശ്ലീല ചുവയുള്ള വർത്താനം വരുമ്പോൾ, ഇപ്പൊ നമ്മൾ ചില ഓഫീസുകളിലും ചന്തകളിലും ചെന്നാൽ നോമ്പ് വിളിച്ചുകൊണ്ട് ചിലരെ വിളിക്കുന്ന ചെറിയ ചെറിയ തെറികൾ വിളിച്ചാണ് സംഭവം ചെയ്യുന്നത്. ഓരോ ആൾക്കാരെ വിളിക്കണം, അങ്ങനെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാലും ആ നോമ്പ് സ്വീകരിക്കണം. മാത്രമല്ല, കല്യാണം ഉറപ്പിച്ചിട്ടുള്ള, ചിലപ്പോ എന്നോടിനെ വൈരാഗ്യം തോന്നരുത്, കല്യാണം ഉറപ്പിച്ചിട്ടുള്ള യുവാക്കളുണ്ട്. അവർ ഈ റമദാൻ മാസം മൊബൈലിലൂടെ സംസാരിക്കുന്ന സംസാരത്തിൽ എന്തെങ്കിലും കിന്നാരമോ അശ്ലീലമോ എന്തെങ്കിലും വന്നാൽ അവരുടെ നോമ്പും സ്വഹീഹല്ല. നിക്കാഹ് കഴിക്കും മുമ്പ് അന്യപുരുഷന്റെ ശബ്ദം കേൾക്കൽ പോലും ഹറാമാണ്. പിന്നെ ഈ രണ്ടാമത്തെ വിളി അറിയാലോ. അതുകൊണ്ട് മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതിന് കുറച്ചൊന്ന് കുറച്ചേക്കുക. വെറുതെ നോമ്പ് ഫസാദാക്കി കളയല്ലേ. നമുക്ക് പെരുന്നാളൊക്കെ ആയിട്ട് നിലാവ് കണ്ടിട്ട് ഒരുപാട് നേരം അങ്ങോട്ട് സംസാരിക്കാം. രണ്ടെന്താണ്? നിന്റെ ചെവിയെ സൂക്ഷിക്കുക. ആവശ്യമില്ല. ഇപ്പം മൊബൈലിലെല്ലാം മ്യൂസിക്കും പാട്ടുമാണ്. ആവശ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആവശ്യമില്ലാതെ മ്യൂസിക് കേട്ടാൽ നിന്റെ മനസ്സിലേക്ക് വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടാകും. അപ്പൊ നോമ്പും പോയി, വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടായ വേറെ ശിക്ഷയും കിട്ടി. മൂന്നെന്താണ്? നീ കണ്ണുകളെ സൂക്ഷിക്കണേ. TV കാണരുതെന്നല്ല, TV കാണൽ ഹറാമാണ്, ഹറാമായ ചിത്രം കാണുന്നത് ഹറാമാണ്. കമ്പ്യൂട്ടറിലും നെറ്റിലും ഫേസ്ബുക്കും വാട്സാപ്പും എടുക്കുമ്പോൾ കാണുന്ന ചിത്രങ്ങളിലേക്ക് നീ നോക്കിയാൽ, അതുപോലെ തന്നെ ഒരു നോമ്പ് 15 കഴിയുമ്പോൾ ഷോപ്പിംഗ് മാളുകളിലേക്ക് ചെന്നാൽ ഈ ഡ്രസ്സ് എടുക്കുന്നതൊക്കെ തിരക്കാണ്. ആ ഡ്രസ്സ് എടുക്കുന്ന തിരക്കിൽ ഒരുപാട് സ്ത്രീകൾ ഡ്രസ്സ് എടുക്കാനും മറ്റും വരും. അവരുടെ ഔറത്തുകളിലേക്ക് എങ്ങാനും അറിയാതെ നീ ഒന്ന് പാളി നോക്കിയാൽ നിന്റെ നോമ്പ് അവിടെ പോയി. പിന്നെന്താണ്? നിന്റെ കൈകാലുകളെ സൂക്ഷിക്കുക. കൈകാലുകളോട് തെറ്റൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പൊ ഒരു സദക്ക ചോദിച്ച ഒരാൾ വന്നപ്പോ ആട്ടി ഓടിക്കുന്നതിന് പകരം അവൻ ഉള്ളത് കൊടുത്ത് തൃപ്തിപ്പെടുത്തി വിടുക. ഉള്ളത് കൊടുത്ത് തൃപ്തിപ്പെടുത്തുക, അതാണ് കൈകാലുകൾ കൊണ്ട് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുണ്ട്, എന്നോട് വൈരാഗ്യം തോന്നുന്നില്ലേ? കിതാബിലുള്ളത് ഞാൻ പറയുകയാണ്. നോമ്പ് തുറന്നതിന് ശേഷം വെള്ളവും കാരക്കയും മറ്റും കൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം ഹലാലായ ഭക്ഷണം ധാരാളമായി വലിച്ചു വാരി തിന്നുന്ന മൃഗത്തിന്റെ സ്വഭാവമുണ്ടോ? നിന്റെ നോമ്പ് ബാത്തിലാണ്. ഞാൻ മുമ്പൊക്കെ കേട്ടു, ചില ആൾക്കാർ പറയും, കുട്ടികൾ പറയും, ഇന്ന് നോമ്പ് പിടിച്ചു, വൈകുന്നേരം എന്തെങ്കിലും റാഹത്തായിട്ട് അടിക്കാം. പല യുവാക്കളും പറയുന്നത്, നോമ്പ് പിടിച്ചു വൈകുന്നേരം എന്തെങ്കിലും റാഹത്തായിട്ട് കഴിക്കാം. കഴിക്കേണ്ടെന്നല്ല, നമ്മുടെ വിശപ്പ് തീരാൻ വേണ്ടി കഴിക്കണം, ഒരു ഭാഗം ഒഴിച്ചിടണം. അങ്ങനെ നോമ്പ് തുറന്നതിന് ശേഷം ശരിക്കങ്ങട് വാരി വലിച്ചു തിന്നാൽ അവൻ മൃഗതുല്യനാണ്, അവന്റെ നോമ്പ് ബാത്തിലാണ്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. 6ാമത്തെ കാര്യം, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നോമ്പ് തുറന്നതിന് ശേഷം നമുക്കൊരു ഖൗഫ് വേണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞവരെന്താണ്? ഭയഭക്തി വേണം. അല്ലാഹു എന്റെ നോമ്പ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന ഭയഭക്തി. മഗ്രിബിന് ശേഷം കുറച്ചു നേരം നമുക്ക് ആ ചിന്തയുണ്ടാകണം. ആ ചിന്തയുണ്ടായാൽ അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് നോമ്പ് പിടിച്ചാൽ കൂലി അള്ളാഹു തരുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതുകൊണ്ട് നോമ്പ് പിടിച്ചതിന് ശേഷം, തുറന്നതിന് ശേഷം നമുക്ക് ഒരു ഭയഭക്തി ഉണ്ടാകണം. അള്ളാഹുവേ, നീ എന്റെ നോമ്പ് സ്വീകരിച്ചോ എന്ന ഒരു ഭയഭക്തി വേണം. ഈ 6 കാര്യങ്ങളില്ലേ, നിന്റെ നോമ്പ് ബാത്തിലാണ് സഹോദരാ. അതുപോലെ
അതുപോലെ തന്നെ കാരുണ്യത്തിന്റെ ഞാൻ നിർത്തുകയാണ്. അതുപോലെ കാരുണ്യത്തിന്റെ 10 എല്ലാവരോടും നാം കരുണ കാണിക്കുക. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ പള്ളി നിസ്കരിക്കാൻ വരുന്നവരാണ്. കുട്ടികളോട് ചില ആൾക്കാർ പിള്ളേരോടൊക്കെ ചാടി തുള്ളിച്ചല്ലോ, നോമ്പ് തുറക്കാനൊക്കെ ആശിച്ചു വരുന്ന കുട്ടികളാണ്. അവരോടൊക്കെ എന്താണ് മാന്യമായി നമ്മൾ കരുണ കാണിക്കുക. കൊച്ചു കുഞ്ഞുങ്ങളാണ്, തെറ്റുകൾ വരാൻ ചിലപ്പോൾ വെള്ളമൊക്കെ കൂടുതൽ ഒഴിക്കും. പിള്ളേർ അതിന്റെ പല പള്ളികളിലും നമ്മൾ ചാടിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ സംജാതമാണ്. ആ കുഞ്ഞുങ്ങൾ പള്ളിയിൽ വന്ന് നോമ്പ് തുറന്നുകൊണ്ടാണ് അവൻ പിന്നീട് വലുതാകുമ്പോൾ നോമ്പ് പിടിക്കാനുള്ള ഒരു ആവേശം അവനുണ്ടാവുക. അതുകൊണ്ട് കുട്ടികളുടെ ഈ ആവേശം ഒരിക്കലും നാം തല്ലിക്കെടുത്തരുത്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പൊ നമ്മൾ ഭൂമിയിലുള്ള കുഞ്ഞുങ്ങളോട് കരുണ കാണിച്ചാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും നമുക്ക് കരുണയുടെ വാതായനങ്ങൾ തുറന്നു തരികയുള്ളൂ. അതിനായി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. ഈ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷി പറയുന്നതിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഈ പള്ളികളിലും മറ്റും എല്ലാ ദിവസവും നോമ്പുതുറയും മറ്റും സജ്ജീകരിച്ചിട്ടുള്ള ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അല്ലാഹുവേ, അവർ ഈ പള്ളിയിൽ തുറപ്പിക്കുന്നതായ നോമ്പ് ഒരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് അവർക്ക് നാളെ അതിന്റെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് പ്രതിഫലം നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ഈ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് നാം എല്ലാവരും ഈ പള്ളിയിൽ നിന്ന് ആരോഗ്യ ദൃഢഗാത്രരായി ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുകയാണ്. വാഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.